കൊരിന്ത്യർ 1 ലേഖനം അധ്യായം 7. ഇനി നിങ്ങൾ എഴുതിയ കാര്യങ്ങളെപ്പറ്റി പറയട്ടെ. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നത് പുരുഷന് നല്ലത്. എന്നാൽ ദുർനടപ്പ് നിമിത്തം ഓരോ പുരുഷനും സ്വന്തം ഭാര്യയും ഓരോ സ്ത്രീക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ ഭാര്യ ഭർത്താവിനോടും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അവകാശമുള്ളത്. അതുപോലെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അയാൾക്കല്ല, ഭാര്യയ്ക്കാണ് അവകാശം. ഭാര്യ ഭർത്താക്കന്മാർ ഉഭയസമ്മതപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിശ്ചിത സമയത്തേക്ക് പിരിഞ്ഞിരിക്കുന്നതല്ലാതെ പരസ്പരം അവകാശങ്ങൾ നിഷേധിക്കരുത്. ആത്മനിയന്ത്രണത്തിന്റെ അഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കുവാൻ വീണ്ടും ഒന്നിച്ചു ചേരുവിൻ. ആജ്ഞയായിട്ടല്ല, അനുവാദമായിട്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് തനതായ വരം ലഭിച്ചിട്ടുണ്ടല്ലോ. ഒരുവന് ഒരു വിധം, മറ്റൊരുവന് മറ്റൊരു വിധം. അവിവാഹിതരോടും വിധവമാരോടും ഞാൻ പറയുന്നത് എന്നെപ്പോലെ ജീവിക്കുന്നതാണ് അവർക്ക് നല്ലത്. എന്നാൽ സംയമനം സാധ്യമില്ലെങ്കിൽ അവർ വിവാഹിതരാകണം. വികാരത്താൽ ജ്വലിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നത് ഏറെ നല്ലത്. വിവാഹിതർക്ക് ഞാനല്ല, കർത്താവ് തന്നെ കൊടുക്കുന്ന കൽപ്പന ഇതാണ്: ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. അഥവാ വേർപിരിയുന്നുവെങ്കിൽ അവൾ വിവാഹം കൂടാതെ ജീവിക്കണം. അല്ലാത്ത പക്ഷം ഭർത്താവുമായി രമ്യതയിലായിക്കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും വരുത്. ശേഷമുള്ളവരോട് കർത്താവല്ല, ഞാൻ തന്നെ പറയുന്നത്: ഒരു സഹോദരന് വിശ്വാസിനിയല്ലാത്ത ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾക്ക് അയാളോട് ചേർന്ന് ജീവിക്കാൻ സമ്മതമായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ അവളെ ഉപേക്ഷിക്കരുത്. ഒരു സ്ത്രീക്ക് വിശ്വാസിയല്ലാത്ത ഭർത്താവ് ഉണ്ടായിരിക്കുകയും അയാൾക്ക് അവളോടൊപ്പം ജീവിക്കാൻ മനസ്സായിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവൾ അയാളെ ഉപേക്ഷിക്കരുത്. കാരണം അവിശ്വാസിയായ ഭർത്താവ് തന്റെ ഭാര്യ മുഖാന്തരവും അവിശ്വാസിനിയായ ഭാര്യ തന്റെ ഭർത്താവ് മുഖാന്തരവും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അശുദ്ധരെന്ന് വരും. എന്നാൽ ഇപ്പോഴോ അവർ വിശുദ്ധരാണ്. അവിശ്വാസി വേർപിരിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെ. വിശ്വാസിയോ വിശ്വാസിനിയോ ഇത്തരം സാഹചര്യങ്ങളിൽ പരസ്പരം ബദ്ധരായിരിക്കുന്നില്ല. സമാധാനത്തിൽ ജീവിക്കുവാനാണല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീയെ, നീ ഭർത്താവിനെ രക്ഷയിലേക്ക് നയിക്കുമോ എന്ന് എങ്ങനെ അറിയാം? വിവാഹിതനായ പുരുഷ, നീ ഭാര്യയെ രക്ഷയിലേക്ക് നയിക്കുമോ എന്ന് എങ്ങനെ അറിയാം? ദൈവം ഓരോരുത്തനെ നിശ്ചയിച്ചതുപോലെയും ഓരോരുത്തനെ വിളിച്ചതുപോലെയും അവനവൻ ജീവിക്കട്ടെ. ഇതാണ് ഞാൻ എല്ലാ സഭകൾക്കും നൽകുന്ന നിർദ്ദേശം. വിളിക്കപ്പെട്ടപ്പോൾ ഒരാൾ പരിച്ഛേദനയേറ്റിരുന്നുവോ എങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കരുത്. മറ്റൊരാൾ വിളിക്കപ്പെട്ടപ്പോൾ പരിച്ഛേദന ഏൽക്കാത്തവനായിരുന്നുവോ എങ്കിൽ പരിച്ഛേദന ഏൽക്കരുത്. പരിച്ഛേദന ഉണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം, ദൈവകൽപ്പനകൾ പാലിക്കുന്നുവോ എന്നതാണ് പ്രധാനം. ഒരാളെ ദൈവം വിളിച്ചപ്പോൾ അയാൾ ഏതവസ്ഥയിലായിരുന്നുവോ അതേ അവസ്ഥയിൽ തുടരട്ടെ. നിന്നെ വിളിച്ചപ്പോൾ നീ ഒരടിമയായിരുന്നുവോ അതേക്കുറിച്ച് വിഷമിക്കരുത്. വിടുതൽ നേടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക. കർത്താവ് വിളിച്ചപ്പോൾ അടിമയായിരുന്നവൻ കർത്താവിന്റെ സ്വതന്ത്രനാണ്. അതുപോലെ തന്നെ വിളിക്കപ്പെട്ടപ്പോൾ സ്വതന്ത്രനായിരുന്നവൻ ക്രിസ്തുവിന്റെ അടിമയാണ്. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത്. സഹോദരരെ, ഓരോരുത്തരും വിളിക്കപ്പെട്ട അവസ്ഥയിൽ ദൈവത്തോടുകൂടെ നിലനിൽക്കേണ്ടതാണ്. ഇനി കന്യകമാരെക്കുറിച്ച് കർത്താവിൽ നിന്നുള്ള കൽപ്പന ഇക്കാര്യത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും കർത്താവിന്റെ കരുണയാൽ വിശ്വസ്തനായി തീർന്നവൻ എന്ന നിലയിൽ ഞാൻ അഭിപ്രായം പറയുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി നിമിത്തം നിങ്ങൾ ഏതവസ്ഥയിലാണോ അതിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. നീ വിവാഹിതനോ എങ്കിൽ വിവാഹമോചനം അന്വേഷിക്കരുത്. നീ അവിവാഹിതനോ എങ്കിൽ വിവാഹം കഴിക്കാൻ മുതിരരുത്. വിവാഹം ചെയ്യുന്നുവെങ്കിൽ അതിൽ പാപമില്ല. കന്യക വിവാഹം കഴിക്കുന്നുവെങ്കിൽ അവളും പാപം ചെയ്യുന്നില്ല. എന്നാൽ വിവാഹിതരാകുന്നവർക്ക് ഈ ജീവിതത്തിൽ നിരവധി ക്ലേശങ്ങളെ നേരിടേണ്ടി വരും. അവ നിങ്ങൾക്കുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരരെ, ഇനി കാലം അല്പമേയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭാര്യമാരുള്ളവർ ഇനിമേൽ ഇല്ലാത്തവരെ പോലെ ജീവിക്കണം. വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ഈ ലോക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവർ അവയിൽ മുഴുകിപ്പോകാത്തവരെ പോലെയും ജീവിക്കണം. ഈ ലോകത്തിന്റെ ഇന്നത്തെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആകുല ചിന്ത ഇല്ലാതിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് കരുതി കർത്താവിന്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. വിവാഹിതനോ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് കരുതി ലോക കാര്യങ്ങൾ ചിന്തിക്കുന്നു. അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിത അഥവാ കന്യക കർത്താവിന്റെ കാര്യങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കുക. അവളുടെ ലക്ഷ്യം ശരീരത്തിലും മനസ്സിലും കർത്താവിനോട് ഭക്തിയുള്ളവളായിരിക്കുക എന്നതാണ്. എന്നാൽ വിവാഹിതയാകട്ടെ
ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലോകകാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുവാനല്ല, പിന്നെയോ കർത്താവിനോടുള്ള ഏകാഗ്ര ഭക്തിയിൽ യോഗ്യമായ വിധത്തിൽ നിങ്ങൾ ജീവിതം നയിക്കേണ്ടതിനാണ്. തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയോട് അനുചിതമായിട്ടാണ് പെരുമാറുന്നതെന്ന് ഒരാൾക്ക് തോന്നിയാൽ, അവൾക്ക് പ്രായം കടന്നുപോയിക്കൊണ്ടിരിക്കുകയും വിവാഹം ചെയ്യണമെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്താൽ, അയാൾ സ്വന്തം ഹിതമനുസരിച്ച് പ്രവർത്തിക്കട്ടെ. അവർ വിവാഹിതരാകട്ടെ, അത് പാപമല്ല. എന്നാൽ നിർബന്ധത്തിന് വഴങ്ങാതെ ആത്മനിയന്ത്രണം പാലിക്കുന്ന ഒരാൾ തനിക്ക് വിവാഹം നിശ്ചയിച്ചവൾ കന്യകയായി തുടരട്ടെ എന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുന്നുവെങ്കിൽ അയാളും ഉചിതമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്റെ കന്യകയെ വിവാഹം കഴിക്കുന്നയാൾ യോഗ്യമായത് ചെയ്യുന്നു. എന്നാൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഭാര്യ അയാളോട് ബന്ധിതയായിരിക്കുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചാൽ അവൾ ആഗ്രഹിക്കുന്ന വേറൊരാളെ വിവാഹം ചെയ്യാം. അയാൾ കർത്താവിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. എന്നാൽ അവൾ ആയിരുന്ന അവസ്ഥയിൽ തന്നെ തുടർന്നാൽ ഏറെ സന്തുഷ്ടിയായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്കും ദൈവാത്മാവുണ്ടെന്ന് ഞാൻ കരുതുന്നു.